ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ജിമ്മിൽ നിന്ന് ഒരു ചെറിയൊരു പിക്നിക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ആയിട്ടുള്ള എവിടേക്കാണ് മറൈൻ വേൾഡ് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓന്തും അതുപോലെ തന്നെ മീനും കൂടിയിട്ട് ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായി. ഒരു മീൻ പോലെ ഉണ്ട്. മീനൊക്കെ കാണാൻ കഴിയും. വലിയ മീൻ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ദിവ്യ ചേച്ചിയൊക്കെ നോക്ക്, ഒരുങ്ങി സുന്ദരി മണിയായിട്ടാണ് വന്നിരിക്കുന്നത്. കമ്മലൊക്കെ കണ്ടോ? അങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടി മറൈൻ വേൾഡ് വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ജിമ്മ് ഫിറ്റ് ഫുള്ള് മറയുമ്പോഴാണ് ആളൂല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയം കാണാനാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ തൃശ്ശൂര്. ഇത് കുറെ പേർക്ക് അറിയണ്ടാവില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ഇത്രയും വലിയൊരു അക്വേറിയം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം എത്രയോ വർഷങ്ങളായി ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ തൃശ്ശൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താവുമെന്ന് അറിയില്ല. അതൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ. സ്റ്റഡി ആയിട്ട് നിൽക്കണത്. ഹലോ ഹലോ ഹലോ, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കി പറഞ്ഞ ഇങ്ങോട്ട് വന്ന്. ഇത് നമ്മളുടെ കരിമീൻ. ഇങ്ങോട്ട് പെഡിക്യൂറാ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ കണ്ട്, മീനിനൊക്കെ കണ്ട്, എന്നിട്ട് നമ്മളിത് പെഡിക്യൂറാണ് ഗൈസ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് മീനാണ്. മീന് മാത്രമുള്ളൂ, മീനിന് മാത്രമായിട്ടുള്ള ഒരു ലോകം. അതെ, ഞങ്ങളുടെ മലബാറിൽ മാത്രം കണ്ടുവരുന്ന മത്സ്യബന്ധനങ്ങൾ ആക്സലോട്ടിന്നാണ് ഇതിന്റെ പേര്. ഇത് ശരിക്കും ഈ ഓന്തും അതുപോലെ തന്നെ മീനും കൂടിയിട്ട് ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായി. ഒരു മീൻ പോലെ ഉണ്ട് ഗൈസ്. ഇതിന് ചെവി ഉണ്ട്, കാലുണ്ട്, ബ്ലാക്ക് കളർ, അതുപോലെ തന്നെ അതിന്റെ കൊണ്ട് ചെവി ഗൈസ് ഇങ്ങനെ സെറ്റ് ചെയ്തുണ്ടാവുക. അങ്ങനെ പുല്ലൊക്കെ നോക്കൂ ഗൈസ്. അടുത്തൊക്കെ മുള്ളുണ്ട്, നിറച്ച് മീനാണ് കേട്ടോ. കൊറേ മീനുണ്ട്. മീനിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, കാണുന്നില്ല, കാണാനും പറ്റണില്ല. അതാ മീനിനെ മാത്രം നമുക്ക് കാണുള്ളൂ ഇവിടെ ശരിക്കും. കൂന്തലിന്റെ സ്റ്റാച്യു. സത്യമായിട്ടും ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ നമിക്കണം കേട്ടോ, അല്ലേ? അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കൊടുന്നിട്ടത്.
അക്വേറിയം ക്ലീൻ ചെയ്യണായിരുന്നു. അക്വേറിയം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഞങ്ങളങ്ങനെ മത്സ്യകന്യകനെയും അങ്ങനെ ഞങ്ങളുടെ അക്വേറിയം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങള് ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൈ കഴുകി കൈക്ക് താഴ്ത്തണത്. അടിയാണ് ഗൈസ്, ചായയുടെ അടി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സമൂസയാണ് ഓർഡർ ചെയ്ത്. ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ടേസ്റ്റ് ചെയ്യൂ ഫസ്റ്റ്. ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ടാ? സൂപ്പർ സൂപ്പർ. തംസപ്പ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും കഴിക്കണില്ല. ചെറുതാ ചായ മാത്രം കുടിക്കണുള്ളൂ. കഴിഞ്ഞ ഇനി ട്രെയിനിലും കൂടി കയറാനുണ്ട്. ഇവിടെ നല്ല സമൂസ, നല്ല പരിപ്പ് വട, വടകളൊക്കെ കിട്ടും. ഇതാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ. ട്രെയിനിൽ പോവാൻ ഗൈസ്. അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ പോവാൻ പോവാണ്. അതെ കഴിഞ്ഞു. ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഫോൺ ഓഫായി കഴിഞ്ഞിട്ട് വേറെ ഒരു താത്താന്റെ ഫോൺ വീഡിയോ റെക്കോർഡ്
പോയത് അറിഞ്ഞില്ല. കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്കാണ് പോണത്.